CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 3 ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ്. ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ കുറിച്ചാണ്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ പ്രീതം കോട്ടാലിനെ കുറിച്ചുമാണ്. ഇനി മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അടുത്ത സീസണിലേക്ക് വേണ്ടി ടീമിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു താരത്തെക്കുറിച്ചുള്ള ഒരു റൂമറുമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് എക്കാലത്തെയും ഗോളടി വീരനായിട്ടുള്ളത് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് മാത്രമാണ്. ഈ ഒരു ISLന്റെ 10ാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ളതും കൂടാതെ തന്നെ ഗോൾഡൻ ബൂട്ടിന്റെ റേസിലുമൊക്കെ ഒന്നാമതുണ്ടായിരുന്നത് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ആയിരുന്നു. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മറ്റൊരു ISL ക്ലബ്ബ് നിലവിൽ ശ്രമിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനം ദിമിത്രിയോസിനെ കുറിച്ചും അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു റിപ്പോർട്ടിലേക്ക് കടക്കാം. ആ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ISL എക്സ്ട്രാ എന്ന ഒരു എക്സ് അക്കൗണ്ടാണ്. ഏതായാലും ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗോളടി വീരനായ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കൂടാതെ തന്നെ ISLലെ തന്നെ വമ്പന്മാരായ ബംഗളൂരു എഫ്സി ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഹ്യൂഗോ ബൗമസിനെയും ടീമിലെത്തിക്കാൻ ബംഗളൂരു എഫ്സി ശ്രമിക്കുന്നുണ്ട് അഥവാ താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്നാണ് ISL എക്സ്ട്രാ എന്ന ഈ ഒരു എക്സ് അക്കൗണ്ട് പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത ISLന്റെ 11ാം സീസണിലേക്ക് ബംഗളൂരു എഫ്സി രണ്ടും കളിപ്പിച്ച് ഒരുപാട് സൈനികങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്നും ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന പ്രീതം കോട്ടാലിനെ കുറിച്ചാണ്. നമുക്കറിയാം ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രതിരോധ നിരയിൽ നല്ലൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ടായിരുന്നു പ്രീതം കോട്ടാൽ എന്ന സൂപ്പർ താരം. പക്ഷേ നിലവിൽ ഏതായാലും മോഹൻ ബഗാൻ ഹബ്ബ് എന്നൊരു എക്സ് അക്കൗണ്ട് പ്രീതം കോട്ടാലിനോടനുബന്ധിച്ചുള്ള ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്: മുൻ മോഹൻ ബഗാന്റെ ക്യാപ്റ്റനും കൂടാതെ തന്നെ നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലെ സൂപ്പർ പ്രതിരോധ താരവും കൂടിയായ പ്രീതം കോട്ടാലിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ ISLലെ തന്നെ വമ്പന്മാരായ ഈസ്റ്റ് ബംഗാൾ എഫ്സി താരത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ പോകുന്നു എന്നാണ് മോഹൻ ബഗാൻ ഹബ്ബ് എന്ന എക്സ് അക്കൗണ്ട് ഇപ്പോൾ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്രയധികം അധ്വാനിച്ച് കളിച്ച ഒരു താരമായിരുന്നു പ്രീതം കോട്ടാൽ എന്ന സൂപ്പർ താരം. ഏതായാലും ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുന്നത് പ്രതിരോധ നിരയിൽ തന്നെയായിരിക്കും. ഇനി ഏതായാലും നമുക്ക് മൂന്നാമത്തെ ഒരു അപ്ഡേറ്റിലേക്ക് കടക്കാം. നമുക്കറിയാം ഈ ഒരു സീസണിൽ അഥവാ ഈ ഒരു ISLന്റെ 10ാമത്തെ സീസൺ കഴിഞ്ഞാലുടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒട്ടനവധി താരങ്ങൾ ടീമിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ഒരുപാട് സൈനികങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ ISL ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു റൂമർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ ഒരു റൂമറിൽ പറയുന്നത് ഇപ്രകാരമാണ്: ISLലെ തന്നെ വമ്പൻ ടീമുകളായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും കൂടാതെ തന്നെ ബംഗളൂരു എഫ്സിയും കാർലോസ് ഡെൽഗാഡോ എന്ന സൂപ്പർ താരത്തെ ഒഡീഷ എഫ്സിയിൽ നിന്നും ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ തന്നെ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഒഡീഷ എഫ്സി ഈ ഒരു താരത്തിന്റെ കരാർ നീട്ടാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാം നിലവിൽ ഒഡീഷ എഫ്സിക്ക് വേണ്ടിയിട്ട് സെന്റർ ബാക്ക് പൊസിഷനിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്ന ഒരു താരമാണ് കാർലോസ് ഡെൽഗാഡോ എന്ന സൂപ്പർ താരം. ഏതായാലും ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ്സിയും ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചോന്നാണ് ISL ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.